ബോബി ചെമ്മണ്ണൂർ കേസായല്ലോ, സ്ത്രീത്വത്തെ അപമാനിച്ച കേസ് IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? കുഴപ്പമാവോ? അറിയില്ല എന്താണെന്ന്. ഇതൊക്കെ എന്ത്? അല്ല, ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നു. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. അത് വളരെ മോശമായി പോയി. നിങ്ങൾ വിളിച്ച് സോറി പറഞ്ഞേക്കാം. ഖേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടായെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതില്. തീർച്ചയായിട്ടും അതിന് സോറി പറയുന്നതുകൊണ്ട് എന്താണ്, കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. മാപ്പ് മാപ്പ് മാപ്പ്. ശരി, എന്നിട്ട് നേരിട്ട് വാ, മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പിടിയിലായിരിക്കുകയാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെ? ഇനി അത് നിർത്തി. തീർച്ചയായിട്ടും ഇല്ല. മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. നമുക്കൊപ്പം ഹണി റോസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഹണി റോസ്, വെൽ ഡൺ. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ബോബി. ആണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ് എനിക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരമുണ്ടോ, എന്ത് തരം കൊട്ടേഷനും നമ്മളെടുക്കും. അപ്പോൾ ആ മാപ്പ് സ്വീകരിക്കുന്നില്ല ഹണി? ഇല്ല, ഞാൻ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോയി. അതത്ര ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച് ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.